നമ്മൾ ഈ ഒരു പള്ളിയുടെ ഏരിയയിൽ വന്നപ്പോൾ ഒരുപാട് പ്രാവുകളെ കാണുന്നുണ്ട്. അവിടെ കവാടം വരുന്നത്. ഇത് രാജാവായിട്ടുള്ള നവാബ് ഉണ്ടാക്കിയിട്ടുള്ള മസ്ജിദാണെന്നിട്ട് അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ പഴയ കാലത്തുള്ള ഒരു ബിൽഡിങ് കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഏരിയക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബിൽഡിങ്ങുകളാണ്. ഈ കാണുന്ന പള്ളിയുണ്ട്, നവാബ് എന്ന് പറയുന്ന രാജാവ് കെട്ടിയ ഒരു പള്ളിയാണെന്ന് അറിയപ്പെടുന്നത്. അവിടെ ഇങ്ങനെ ആയിട്ട് ദർഗ വരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് പോയിട്ട് പള്ളിയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പോരട്ടാ. നമ്മൾ ഇന്ന് ചെന്നൈ ടൗണിൽ തന്നെ ഉള്ളത്. ഇവിടെ നവാബ് എന്ന് പറയുന്ന രാജാവ് കെട്ടിയ ഒരു വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ. ഏകദേശം കോട്ടയുടെ ഒരു മതിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രൂപം ഉണ്ടല്ലോ, അതേപോലെ കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഫീലിങ്. ഒരുപാട് ഏരിയ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇക്കണ്ടൊരു ഗ്രൗണ്ട് മൈതാനത്തിലൂടെ ഇങ്ങനെ നടന്നു വേണം കേട്ടോ ഈ ഒരു പള്ളിയിലേക്ക് പോകാനായിട്ട്. ഇത്രയും വലിയൊരു പള്ളിയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാലിക്കിനെ നമ്മൾ അവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ദർഗയിലേക്ക് പോവാം, എന്നിട്ട് പള്ളിയുടെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കാണട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയെന്നുള്ളതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. തന്നെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആളുകളെ കബറുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലായിട്ട് തന്നെ ഒരുപാട് കബറുകളുണ്ട് കേട്ടോ. ആ ഏരിയക്കൊക്കെ ഉണ്ട്. ഒരു കെട്ടിട നിർമ്മിതി കാര്യങ്ങളൊക്കെ ആ പഴഞ്ചൻ രൂപത്തിൽ തന്നെ ഉണ്ട് നിലനിർത്തിയിട്ടുള്ളത്. മരങ്ങളാണ് കേട്ടോ ഭീമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഏരിയയിലും കബറുകളാണ്. കബറുകളൊക്കെ മേൽക്കൂരുള്ള കബറുകളാണ് കേട്ടോ മൊത്തം. ഈ ഏരിയക്ക് ഇങ്ങനെ ഒരു കവാടം കാണുന്നുണ്ട്. ഇങ്ങനെ കയറിയൊക്കെ കേട്ടോ. ഇരു സൈഡുകളിലും മക്ബറകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് കേട്ടോ കബറുകളൊക്കെ ഉള്ളത്. ഇങ്ങനെ കൊത്തുപണികൾ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റും കണ്ട് ക്ലിയറായി കിട്ടണമെന്നില്ല. ഒരു എഴുത്തെങ്കിലും ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ കൊടുക്കണമെങ്കിൽ കറക്റ്റ് വായിച്ചെടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ. നമ്മൾ പോകുന്നത് ഈ ഒരു ഖബർസ്ഥാനിലേക്കാണ്. കാണുന്നതൊക്കെ ഓരോ കബറുകളാണ് കേട്ടോ. ഈ ശീല പൊതിഞ്ഞിട്ടുള്ള ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങണ ആ ഒരു ഇതൊക്കെ കാണാട്ടോ. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോണേ. ഈ ഒരു ഏരിയയിലായിട്ട് ഹൗദ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു മസ്ജിദിൻ്റെ രൂപം. ഇങ്ങനെ മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു മസ്ജിദാണ് കേട്ടോ. ഒരു കവാടം നല്ല കയറാൻ, എല്ലാ കവാടങ്ങളും തുറന്നിട്ടൊക്കെയാണ് കേട്ടോ. പള്ളിയിലെ ഹൗദ് നല്ല തെളിഞ്ഞ് കിടക്കുന്ന വെള്ളം, പിന്നെ പഴയ രൂപത്തിലുള്ള ഇരുന്നുകാണ്ടുള്ള പൊതെടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നല്ല അത്യാവശ്യം വലിപ്പമുള്ള പരന്ന് കിടക്കുന്ന ഒരു ഹൗദ്. നമ്മളെ ചിത്രീകരണത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതാണ് നമുക്ക് ഈ യാത്രയിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.